മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ പറഞ്ഞാലും പ്രതാപനും മുത്തശ്ശിക്കും കരുണയും ഉണ്ണിയും തമ്മിലുള്ള ബന്ധം അകറ്റിക്കൊണ്ടുവരാനൊന്നും താല്പര്യമില്ല. പകരം എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു ഭർത്താവ് തന്നെയാണ് ഉണ്ണി. പക്ഷേ സ്വത്തും പണവും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനായിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയും തീർക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആവും. മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ കിട്ടിയ ഈ മഹാഭാഗ്യയോഗം എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ കരുണ ആഗ്രഹിച്ച് ഒരുപാട് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി കണ്ണനെയും മഹാലക്ഷ്മിയും മാറി മാറി കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടെങ്കിലും ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ അവരാണെന്ന് മനസ്സിലാക്കി കണ്ണനാണെങ്കിൽ ഉള്ള സ്വത്തും പണവും എല്ലാം മഹാലക്ഷ്മിയുടെ പേരിലും കൂടി എഴുതി വെച്ചപ്പോഴത്തേക്കും അവരുടെ പരാജയം പകുതി പൂർത്തിയായെന്ന് തന്നെ പറയാം. അതിനുശേഷം പിന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അതായത് കണ്ണൻ ഒരു കാലത്തും എണീറ്റ് നടക്കാനാകില്ല. കണ്ണനും മഹാലക്ഷ്മിക്കും ഒരു കാലത്തും ദാമ്പത്യ ജീവിതവും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും ഒരു അമ്മയോ അച്ഛനോ ആകാൻ പറ്റാത്ത അവർ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കണ്ട് മനസ്സ് വിഷമിച്ച് ജീവിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിന് അമ്മയാകാൻ നോക്കുന്നുണ്ട് നമ്മുടെ കരുണ. ആദ്യ തവണ കുഞ്ഞിന് അമ്മയാകാൻ നോക്കുന്നുവെങ്കിലും മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം കലർത്തി കൊടുത്ത് അത് ഒടുക്കം കുടിച്ചത് കരുണ തന്നെയാണ്. അങ്ങനെ ആ സ്വപ്നവും നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ആ വിഷമരുന്ന് കഴിച്ചതിൻ്റെ പാർശ്വഫലങ്ങൾ കരുണയുടെ ശരീരത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും കരുണയ്ക്ക് ഒരു അമ്മയാകാൻ പറ്റില്ല എന്ന ഡോക്ടറിൻ്റെ വാർത്തയും കൂടി കേട്ടപ്പോഴത്തേക്കും ആകെ തകരുന്ന കരുണയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാർ ട്രിപ്പും കൂടി പോകുമ്പോഴത്തേക്കും മനസ്സുകൊണ്ട് തകർന്ന കരുണയാണെങ്കിൽ ഉണ്ണിയായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വിചാരിച്ചൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്നെങ്കിലും ഒടുക്കം മുത്തശ്ശിയും പ്രതാപനും ഇടപെട്ട് ഈ പ്രശ്നം കോംപ്രമൈസാക്കി കണ്ണനെയും മഹാലക്ഷ്മിയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ണിയെയും കരുണയും ചേർത്ത് വെക്കുന്നുണ്ട്. വിവാഹശേഷം 1 വർഷം ആകാൻ പോകുന്നെങ്കിലും ഇതുവരെ ദാമ്പത്യ ജീവിതം എന്താണെന്ന് മഹാലക്ഷ്മിയോ കണ്ണനോ അറിഞ്ഞിട്ടില്ല. കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരികെ കിട്ടിയപ്പോഴാണ് കണ്ണൻ മൂന്നാർ ട്രിപ്പ് പോയി അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം അവരാഘോഷിക്കുന്നത്. നമ്മുടെ തോമസ് വൈദ്യരാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നും കൂടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കുളി കഴിഞ്ഞ് പദ്യം പോലെ ആ മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയും. ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരികെ വരുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പതിവ് പോലെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ദേവി മുത്തശ്ശിയെ കാണുന്നു. ദേവി മുത്തശ്ശി എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ അച്ചടി പോലെ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്ന എല്ലാ വാക്കുകളും കണ്ണനും മഹാലക്ഷ്മിക്കും തീർത്തും വിശ്വാസമാണെന്ന് തന്നെ പറയാം. അങ്ങനെ ദേവി മുത്തശ്ശി ഇത്തവണ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇനി വരാൻ പോകുന്ന കാർത്തിക ദിവസം മഹാലക്ഷ്മി ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുമെന്ന്. അതായത് മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കും എന്നുള്ളൊരു വാർത്തയാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശിയുടെ വാക്കുകൾ എല്ലാം അതുപോലെ സംഭവിക്കുന്ന ആ സ്ഥിതിക്ക് മുത്തശ്ശി പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന മഹാലക്ഷ്മിക്ക് ആ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ സാധിക്കുന്നു. എങ്കിലും ഈ സന്തോഷ വാർത്ത കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യം മറച്ചു വെക്കുന്നത് പോലെ തന്നെ തൽക്കാലം ആരെ അറിയിക്കേണ്ടെന്ന് കണ്ണനാണെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വന്തം മകളുടെ കുഞ്ഞിനെ സാഗറിൻ്റെ കുഞ്ഞായതിൻ്റെ പേര് കൊല്ലാൻ പോലും മടി കാണിക്കാഞ്ഞ ഒരു ദുഷ്ടയായ സ്ത്രീയാണ് എൻ്റെ രണ്ടാനമ്മ എന്നുള്ള കാര്യം ഇപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. പണ്ട് ഞാൻ കരുതിയിരുന്നത് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം എന്നോടുള്ള സ്നേഹവും വാത്സല്യം കൊണ്ടാണെന്നാണ്. പക്ഷേ എൻ്റെ സ്വത്തും പണവും മോഹിച്ചാണ് അവരെല്ലാം എന്നോട് പറ്റിച്ചേർന്ന് നിന്നെന്നുള്ള കാര്യം മഹാലക്ഷ്മി, അതായത് താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം ഈ സന്തോഷ വാർത്ത അറിഞ്ഞാൽ മതിയെന്ന് നമ്മുടെ കണ്ണൻ ഉറച്ചു തീരുമാനിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയും അത് അംഗീകരിക്കുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. അങ്ങനെ ഈ സന്തോഷ വാർത്ത അനന്തുവിനെ ലേഖയും സാഗറിനെയും മഞ്ജുവിനെയും അതുപോലെ തന്നെ മാർക്കോയെയും നമ്മുടെ ദേവി മുത്തശ്ശിയെ അറിയിക്കുന്നുണ്ട്. ദേവി മുത്തശ്ശി മഹാലക്ഷ്മിക്ക് കൊടുത്ത ഏക ഉപദേശം എന്ന് പറയുന്നത് തൽക്കാലം ഈ സന്തോഷ വാർത്ത ആരെ അറിയിക്കേണ്ട, രഹസ്യമാക്കി വെക്കുന്നതായിരിക്കും മോളുടെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ മഹാലക്ഷ്മി അനുസരിക്കുന്നു. അനന്തുവിനും ലേഖയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നെങ്കിലും തങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സന്തോഷം എന്നാ വരാൻ പോകുന്നതെന്ന് ഒരു നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ അനന്ത് ഒരു കാര്യം ഉറപ്പിക്കുന്നു. 12ാമത്തെ വയസ്സിൽ അരയ്ക്ക് താഴോട്ട് ചലനശേഷി നഷ്ടമായി വീൽചെയറിലിരുന്ന ഒരാളാണ് കണ്ണൻ. ആ കണ്ണനെ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തോമസ് വൈദ്യരെ കൊണ്ടാകുമെങ്കിൽ മഹാലക്ഷ്മിക്ക് ഒരമ്മയാകാനുള്ള ഭാഗ്യവും ഉണ്ടാവാൻ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ തോമസ് വൈദ്യരുടെ ചികിത്സയാണ്.
കണ്ണനും മഹാലക്ഷ്മിയും മാസം മുറയ്ക്ക് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നത് പോലെ നമുക്ക് രണ്ടാൾക്കും കൂടി ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ എന്താണെന്ന് ലേഖയോട് ചോദിക്കുമ്പം എനിക്കിപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടമായ അനന്തുവേട്ട. ഇത്രയധികം വർഷമായില്ലേ. ആ ഒരു നിരാശ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജർമ്മനിയിലെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വന്നത്. എന്തായാലും കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. അവർ കണ്ണേട്ടനെ മഹാലക്ഷ്മിയെ അച്ഛനെയും അമ്മയായി കാണുന്ന അതുപോലെ തന്നെ നമ്മളെയും അച്ഛനെയും അമ്മയായിട്ട് കാണും. അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പം അനന്ത് പറയുന്നു, അത് താൻ പറഞ്ഞത് ശരി തന്നെയാണ്. വേണ്ടി വന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യം പോലും കണ്ണനും മഹാലക്ഷ്മി ഉണ്ടാക്കി തരും. എങ്കിലും നമുക്കായി കൊഞ്ചിക്കാനും താരാട്ടാനും ഒരു കുഞ്ഞുള്ളത് നല്ലതല്ലേ എന്ന് പറയുമ്പോൾ അനന്തുവേട്ടൻ്റെ ആഗ്രഹത്തിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്കുള്ള ചികിത്സ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന അനന്തുവിനും ലേഖയ്ക്കും ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാകുന്നു. വർഷങ്ങൾക്ക് ശേഷം അനന്തുവും ലേഖയും ഒരു കുഞ്ഞിന് അമ്മയും അച്ഛനും ആകാൻ പോകുന്ന സന്തോഷ വാർത്തയറിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കും അതിലേറെ സന്തോഷമാകുന്നു. ഈ വാർത്ത എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നുവെങ്കിലും മഹാലക്ഷ്മിയുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ഛർദിലും മറ്റു കാര്യങ്ങളും ദുർഗയും അതുപോലെ കരുണയും ശ്രദ്ധിക്കുന്നു. 3 ട്രിപ്പ് പോയി വന്നതിന് ശേഷമാണ് മഹാലക്ഷ്മിക്ക് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ദുർഗയെയും കരുണയെയും ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ സഹിക്കും? അതുപോലെ തന്നെ പ്രതാപനും മുത്തശ്ശിയും മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ലെന്ന പേര് മോഹിനി അമ്മയോടും മഹാലക്ഷ്മിയോടും ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിരുന്നു. ഒടുക്കം തൻ്റെ മകൾക്കൊരു അമ്മയാകാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ് ആകെ തകർന്ന് സങ്കടത്തോടെ നിൽക്കുന്ന പ്രതാപനെയും മുത്തശ്ശിയെ അധികം താമസിക്കാതെ കാണാനാകും.